ഡിസംബർ 25 ക്രിസ്മസ് ദിനം. ലൂക്ക 2:1-14 വരെ വാക്യങ്ങൾ. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ കർത്താവായ മിശിഹ ആണ്. ഈ വാക്കുകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ക്രിസ്മസിൻ്റെ സത്യം അതാണ്. പറയാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. കൂടുതലോ കുറവോ ഒന്നുമില്ല. ഇടയന്മാരുള്ള ദൈവദൂതന്മാരുടെ വാക്കുകളാണിവ. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ കർത്താവായ മിശിഹ ആണ്. അവൻ എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ സുവിശേഷം ആണ്. ഇന്ന് രാത്രി ഇസയാസ് പ്രവാചകൻ്റെ പ്രവചനം നിറവേറുന്നു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധകാരത്തിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർ അവരുടെ മേൽ വെളിച്ചം പ്രകാശിച്ചിരിക്കുന്നു. ഈ രാത്രി ഗബ്രിയേൽ ദൂതൻ്റെ മറിയത്തോടുള്ള വാക്കുകൾ ജീവൻ പ്രാപിക്കുന്നു. അവ യഥാർത്ഥ മാംസരക്തങ്ങളാണ്. തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്നൊരു കുഞ്ഞ് എന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നതിൻ്റെ അടയാളമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് രാത്രി കുർബാനയ്ക്കിടെ പരേതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. യേശുവിൻ്റെ ജനനവാർത്ത ആദ്യം അറിഞ്ഞത് ഇടയന്മാരായിരുന്നു. പുറന്തള്ളപ്പെട്ട സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെട്ടിരുന്നു. അവർ രാത്രിയിൽ ഉണർന്നിരുന്ന് ആട്ടിൻകൂട്ടത്തിൻ്റെ കാവൽക്കാരായി നിന്നവരാണ്. അവരോടൊപ്പം നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ പിറന്ന കുഞ്ഞിൻ്റെ മുമ്പിൽ നിൽക്കാം, നിശബ്ദത പാലിക്കാം. അവരോടൊപ്പം യേശുവിനെ നമുക്ക് നൽകിയതിന് കർത്താവിന് നന്ദി പറയാം. ഈ രാത്രി നമുക്ക് സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കിടാം. അതായത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ തൻ്റെ പുത്രനെ നമ്മുടെ സഹോദരനാക്കാനും നമ്മുടെ ഇരുട്ടിൽ വെളിച്ചമാകാനും നമ്മെ സഹായിക്കുന്നു. കർത്താവ് നമ്മോട് ആവർത്തിക്കുന്ന വാക്കിതാണ്: ഭയപ്പെടേണ്ട. ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട. ഈ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഭയപ്പെടേണ്ട. നമ്മുടെ പിതാവ് ക്ഷമയുള്ളവനാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്ന വഴിയിൽ നമ്മെ നയിക്കാൻ അവൻ യേശുവിനെ നൽകുന്നു. ഇരുളിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് അവൻ. അവൻ കരുണയുള്ളവനാണ്. നമ്മുടെ പിതാവ് എപ്പോഴും നമ്മോട് ക്ഷമിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.